സായിറാം. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നെടുന്തൂണാണ് അമ്മ. ഏറ്റവും വലിയ സമ്പത്തായ അനന്തമായ ആനന്ദം പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന മനഃശാന്തി, ആന്തരിക നിശബ്ദത, ആത്മീയ ധൈര്യം, സംതൃപ്തി എന്നിവയുടെ രഹസ്യം അമ്മമാർ അറിഞ്ഞിരിക്കണം. നാമസ്മരണയുടെയും ബാഹ്യ ആന്തര ശുചിത്വത്തിൻ്റെയും പാഠങ്ങൾ അവർ കുട്ടികൾക്ക് പകർന്നു നൽകണം. ഏകാന്തനായി വനത്തിലൂടെ നടന്ന് സ്കൂളിലേക്ക് പോകുന്ന ഒരു നിസ്സഹായനായ കുഞ്ഞിനോട് കൂട്ടിനായി കൃഷ്ണനെ വിളിക്കാൻ ഉപദേശിച്ച അമ്മയുടെ കഥ സ്വാമി വിവേകാനന്ദൻ പറയാറുണ്ട്. അമ്മമാർ അതുപോലെയായിരിക്കണം. കുട്ടികൾക്ക് സ്കൂളിലെ അധ്യാപകരിൽ നിന്ന് കിട്ടാതെ പോകുന്ന മൂല്യങ്ങൾ വീട്ടിൽ മാതാപിതാക്കൾ പകർന്നു നൽകണം. അവർ സ്കൂളിൽ പഠിച്ച നല്ല പാഠങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അതവർ പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുകയും വേണം. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുട്ടികൾ നല്ല ശീലങ്ങളും മനോഭാവങ്ങളും വളർത്തിയെടുക്കുന്നുണ്ടെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വിലയിരുത്തണം. പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ശാന്തമായി മനനം ചെയ്യണം. ഇത് ബുദ്ധിവികാസത്തിനും മനഃശാന്തിക്കുമുള്ള മികച്ച വ്യായാമമാണ്. വഴക്കിടാനും തെറ്റിദ്ധാരണകളുടെ പേരിൽ ശണ്ട കൂടാനുമുള്ള പ്രവണത നിയന്ത്രിക്കുകയും ഇല്ലാതാക്കുകയും വേണം. മാനസികമോ ശാരീരികമോ ആയി വേദന ഏൽപ്പിക്കുന്നതിൽ അവർ സന്തോഷം കണ്ടെത്താൻ പാടില്ല. ചുരുങ്ങിയ പക്ഷം തങ്ങളുടെ പുസ്തകങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വ ബോധമെങ്കിലും അവർക്കുണ്ടായിരിക്കണം. സ്കൂളിലെ ദരിദ്രരായ കുട്ടികൾക്ക് മുന്നിൽ തങ്ങളുടെ വിലയേറെ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ പ്രദർശിപ്പിച്ച് തൃപ്തി അടയുന്ന സ്വഭാവം അവർക്കുണ്ടായിക്കൂടാ. നല്ല വ്യക്തി ശുചിത്വം കുട്ടികളെ പഠിപ്പിക്കണം. ചിട്ടയോടെ മുടങ്ങാതെ പ്രാർത്ഥിക്കാനുള്ള പരിശീലനവും അവർക്ക് ലഭിച്ചിരിക്കണം. ജയ് സായിറാം.